നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ഇളയ മകനെ ആക്രമിച്ച വിവരം ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മ ഷെമിയെ അറിയിച്ചു. സൈക്യാട്രി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ പിതാവ് അബ്ദുൾ റഹീമും ബന്ധുക്കളുമാണ് വിവരം ഷെമിനെ അറിയിച്ചത്. ഉമ്മയെയും ഇളയ മകൻ അഫ്സാനെയും അഫാൻ ആക്രമിച്ചു എന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇളയ മകൻ അഫ്സാൻ ഐസിയുവിലാണെന്ന് മാത്രമാണ് പറഞ്ഞത്. മരിച്ച കാര്യം പറഞ്ഞില്ല. ഇത് കേട്ടതോടെ ഷെമിനിക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഉടൻ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. മൂത്ത മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മകൻ 5 പേരെ കൊലപ്പെടുത്തിയ വിവരമൊന്നും ഷെമി അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഷെമിയുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയിരുന്നു. തന്നെ കാണാൻ വരുന്നവരോടൊക്കെ ഷെമി ആവർത്തിച്ച് ചോദിക്കുന്നത് മക്കളെക്കുറിച്ചായിരുന്നു. ഘട്ടം ഘട്ടമായി മറ്റ് വിവരങ്ങളും അറിയിക്കും. അതിനുശേഷം അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നാണ് ഷെമി ഡോക്ടർമാരോടൊക്കെ പറഞ്ഞത്. നിലവിൽ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷെമി. അതേസമയം അഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമങ്ങാട് കോടതിയാണ് അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങും. കുടുംബത്തിന്റെ വലിയ കടബാധ്യതയും ഉമ്മുമ്മയോടുള്ള കടുത്ത പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ പറഞ്ഞു. ഉമ്മുമ്മയോട് പലതവണ സഹായം ചോദിച്ചിരുന്നു. സ്വർണ്ണമാലയടക്കം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ആദ്യം തന്നെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയതെന്നും അഫാൻ പറഞ്ഞു. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യത എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് അഫാന് മാനസിക പ്രശ്നമില്ലെന്ന് റിപ്പോർട്ട് കിട്ടുകയും ലഹരി ഉപയോഗത്തിന് തെളിവ് കിട്ടിയ സാഹചര്യത്തിലുമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതി ഇക്കാര്യം സമ്മതിച്ചിരുന്നെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. പിന്നീട് ലഭിച്ച ശാസ്ത്രീയമായ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇക്കാര്യം ഉറപ്പിച്ചത്. എന്നാൽ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുള്ളത് അറിഞ്ഞപ്പോൾ പിതാവ് അബ്ദുൾ റഹീമിന് അത് വലിയ ഞെട്ടലായിരുന്നു. വിദേശത്ത് 15 ലക്ഷത്തിൻ്റെയും നാട്ടിൽ 12 ലക്ഷത്തിൻ്റെയും കടം മാത്രമേ ഉള്ളൂ എന്ന ധാരണയിലായിരുന്നു അദ്ദേഹം നാട്ടിലെത്തിയത്. അബ്ദുൾ റഹീമിൻ്റെ ബിസിനസ് പൊളിഞ്ഞതോടെ 2022 മുതലാണ് വരുമാനം കുറഞ്ഞു തുടങ്ങിയത്. പണം വരുന്നത് കുറഞ്ഞിട്ടും പഴയ ആർഭാട ജീവിതം മാറ്റി ചെലവ് ചുരുക്കാൻ അഫാനും അമ്മയും അടങ്ങുന്ന കുടുംബം ശ്രമിച്ചില്ല. പണമില്ലാതായതോടെ പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി. അതിൻ്റെ പലിശ കൂടിക്കൂടിയാണ് ബാധ്യത 65 ലക്ഷത്തോളം എത്തിയത്. കടം നൽകിയവരെയും വായ്പയെടുത്ത ധനകാര്യ സ്ഥാപനങ്ങളെയും കണ്ടാണ് കുടുംബത്തിന് 65 ലക്ഷത്തോളം കടമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചത്. എന്നാൽ ഇത്ര വലിയ ബാധ്യതയാണ് കുടുംബത്തിനുള്ളതെന്ന് അബ്ദുൾ റഹീമിന് അറിയില്ലായിരുന്നു. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നുവെന്ന് അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ഏറ്റവും പ്രിയപ്പെട്ടവർ അമ്മയും അനുജനും കാമുകിയുമാണെന്നും അഫാൻ പറഞ്ഞിരുന്നു. അതേസമയം എന്തു വന്നാലും താനും ജീവൻ എടുക്കുമെന്നും ഇയാൾ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അഫാന് പ്രത്യേക സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 24 മണിക്കൂറും അഫാനെ നിരീക്ഷിക്കും. അഫാനോടൊപ്പമുള്ള തടവ് പുള്ളിക്കും ഇതിനായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അഫാനെന്ന് ജയിൽ അധികൃതർ തിരിച്ചറിയുന്നു. 6 മണിക്കൂറിനുള്ളിലാണ് 5 പേരെ അഫാൻ കൊന്നു തള്ളിയത്. 100 കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു ക്രൂരകൃത്യം. ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഈ 23-കാരൻ. അതുകൊണ്ട് തന്നെ അഫാന്റെ ആത്മഹത്യാ ഭീഷണിയെയും ജയിൽ അധികൃതർ ഗൗരവത്തിൽ കാണുന്നുണ്ട്.